മറ്റൊരു LSSൻ്റെ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തതാണ്. സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ മധ്യത്തിൽ സമചതുരാകൃതിയിലുള്ള ഒരു കുളമുണ്ട്. തോട്ടത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് കുളത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇരട്ടിയാണ്. തോട്ടത്തിൻ്റെ ചുറ്റളവ് 64 മീറ്റർ ആണെങ്കിൽ കുളത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് എന്ന ചോദ്യമാണ്. തോട്ടം വരച്ചിട്ടുണ്ട് റഫായിട്ട്, അതിൻ്റെ നടുവിൽ ഒരു കുളവും വരച്ചിട്ടുണ്ട്. തോട്ടത്തിൻ്റെ ചുറ്റളവാണ് 64 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കുളത്തിൻ്റെ ഇരട്ടിയാണ് തോട്ടത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും കുളത്തിൻ്റെ ചുറ്റളവ്. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 എന്ന് കിട്ടും. 32നെ 4 കൊണ്ട്, സമചതുരാകൃതിയിലുള്ള കുളമായതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വശത്തിൻ്റെ നീളം 8 മീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. ഇതേ ചോദ്യം തന്നെയാണ്. ചുറ്റളവ് 128 ആക്കിയിട്ടുണ്ട് തന്നെ ഉള്ളൂ. കുളത്തിൻ്റെ വശത്തിൻ്റെ നീളം എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. തോട്ടത്തിൻ്റെ ചുറ്റളവ് നമുക്ക് മനസ്സിലായി 128 ആണ് എന്ന്. 128 ഇതിൻ്റെ പകുതി ആയിരിക്കും കുളത്തിൻ്റേത്. അപ്പോൾ കുളത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നോക്കാൻ വേണ്ടിയിട്ട് 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 എന്ന് ഉത്തരം ലഭിക്കും. അടുത്ത ചോദ്യം, 96 മീറ്റർ ചുറ്റളവുള്ള സമചതുരാകൃതിയിലുള്ള കൃഷിത്തോട്ടത്തിൻ്റെ പകുതി ഭാഗം ചേന കൃഷി ചെയ്തിരിക്കുന്നു. ബാക്കി ഉള്ളതിൻ്റെ പകുതി ഭാഗം പയറും ബാക്കി ഭാഗം തക്കാളിയും കൃഷി ചെയ്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് ചതുരം വരച്ച് കൃഷിത്തോട്ടം വരക്കാണ് വേണ്ടത്. ചതുരം വരച്ചു, സമചതുരാകൃതിയിലുള്ള കൃഷിത്തോട്ടമാണ്. ചതുരം വരച്ചു, അതിൻ്റെ പകുതി ഭാഗം ചേന കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പകുതി ഭാഗം നമുക്ക് വരച്ച് അടയാളപ്പെടുത്താം. അതിനെ ചേന എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ബാക്കി വരുന്ന പകുതി ഭാഗത്തിൻ്റെ പകുതി ഭാഗത്ത് പയറും പകുതി ഭാഗത്ത് തക്കാളിയും കൃഷി ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് വരച്ച് ശരിയാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ചേന കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ്. നമുക്ക് ഈ ആകെ കൃഷി സ്ഥലത്തിൻ്റെ ചുറ്റളവേ അറിയുള്ളൂ. ചേന കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 96 മീറ്ററാണ് ഒരു കൃഷി സ്ഥലത്തിൻ്റെ ആകെ ചുറ്റളവ്. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24 എന്ന് കൃത്യമായിട്ട് എല്ലാ വശവും 24 മീറ്ററായിട്ട് കിട്ടും. അപ്പോൾ ചേന കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ 2 ഭാഗങ്ങളിൽ 24ൻ്റെ പകുതിയായിട്ടുള്ള 12 ആയിരിക്കും ആ ഒരു വശത്തിൻ്റെ നീളം. 24ൻ്റെ പകുതിയായിട്ടുള്ള വശങ്ങളായിരിക്കും. അപ്പോൾ ഇനി എല്ലാ ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ടാവും. 24ഉം 12ഉം 24ഉം 12ഉം ആണ് ഓരോ വശങ്ങളിലെയും നീളം. അത് തമ്മിൽ കൂട്ടി നോക്കിയാൽ അതിൻ്റെ ചുറ്റളവ് 72 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, തക്കാളി കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് കാണാനാണ്. ഇപ്പോൾ എല്ലാ വശങ്ങൾക്കും നമുക്കറിയാം അതിൻ്റെ എല്ലാം പകുതിയാണ് തക്കാളിയുടെ ഭാഗം. അപ്പോൾ 4 ഭാഗവും 12 ആണ്. 4 × 12 48 മീറ്ററാണ് തക്കാളി കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കൃഷിത്തോട്ടത്തിൻ്റെ ചുറ്റും വേലി കെട്ടണം. 1 മീറ്റർ വേലി കെട്ടാൻ 52 രൂപ ചിലവാകും. എങ്കിൽ ഈ തോട്ടത്തിൻ്റെ ചുറ്റും വേലി കെട്ടാൻ എത്ര രൂപ ചിലവാകും? നമുക്ക് അറിയാം. ഈ കൃഷി സ്ഥലത്തിൻ്റെ മൊത്തം ചുറ്റളവ് എത്രയാണെന്ന് നമുക്കറിയാം. 96 ആണ്. 1 മീറ്ററിന് 52 ആണെങ്കിൽ 96 മീറ്റർ കെട്ടാൻ വേണ്ടിയിട്ട് 96 × 52 4992 രൂപ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഓക്കെ, ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഇതിൽ A മുതൽ B വരെ 20 സെൻറ്റിമീറ്റർ ആണ്. B മുതൽ D വരെ 15 ആണ്. A മുതൽ C വരെ 15 ആണ്. C മുതൽ ഫസ്റ്റ് കോർണർ വരെ 4 സെൻറ്റിമീറ്റർ ആണ്. D മുതൽ സെക്കൻഡ് കോർണർ വരെ 5 സെൻറ്റിമീറ്റർ ആണ്. ചോദ്യതാണ് E മുതൽ F വരെ എന്നതിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം. A മുതൽ B വരെയുള്ള ഫേസുകളാണ് സിയും ഫസ്റ്റ് കോർണറും, അതുപോലെ തന്നെ ഡിയും സെക്കൻഡ് കോർണറും. അപ്പോൾ ഇയും എഫും അതുപോലെ തന്നെയാണ്. എൻ്റെയും ബിൻ്റെയും ഫേസ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ എ ബിയിൽ നിന്ന് സിയും ഡിയും കുറച്ചാൽ മതി. എ എന്ന് പറയുന്ന സംഖ്യയും ഡി എന്ന് പറയുന്ന സംഖ്യയും കുറച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം തന്നിട്ടുണ്ട്. 35 സെൻറ്റിമീറ്റർ ആണ് A to B. അപ്പോൾ അതിൻ്റെ ബാക്കി എയിൽ നിന്നും 8 കുറച്ചാൽ മതി കേട്ടോ. തന്നിട്ടുള്ള ത്രികോണത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവെങ്കിൽ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് കാണണം. എല്ലാ വശങ്ങളും 16 അപ്പോൾ 16 × 3 48. അപ്പോൾ 48 കിട്ടുന്ന രീതിയിൽ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് കിട്ടും. 48നെ ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ചോദ്യം 22 ഇവിടെ ഓരോ വശത്തിൻ്റെയും അളവ്. അപ്പോൾ എല്ലാ വശവും തമ്മിൽ കൂട്ടി നോക്കിയാൽ 66 എന്ന് ഉത്തരം ലഭിക്കും. 66നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് കിട്ടും. 16.5 എന്നാണ് ഇവിടെ കിട്ടിയത്. കുറച്ച് കുട്ടികൾ ചേർന്ന് പൂന്തോട്ടം നിർമ്മിച്ചു. അതിൻ്റെ ഓരോ വശത്തിൻ്റെയും അളവുകൾ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു വശത്തിൻ്റെ അളവ് മാത്രം തന്നിട്ടില്ല. അളവ് രേഖപ്പെടുത്താത്ത വശത്തിൻ്റെ നീളം ഇതാണ് വേണ്ടത്. ഈ ഒരു വശത്തിൻ്റെ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 10 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്ന വശത്തിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ് 6ഉം ഈ ഒരു അടയാളപ്പെടുത്താത്ത ഭാഗവും. അപ്പോൾ 10ൽ നിന്നും 6 കുറച്ചാൽ 4 മീറ്റർ എന്ന് ഈ അടയാളപ്പെടുത്താത്ത ഭാഗത്തിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 10ൽ നിന്നും 6 കുറച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് 4 മീറ്റർ എന്ന് ഉത്തരം ലഭിക്കും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 12 മീറ്റർ എന്ന ഭാഗത്ത് നോക്കിയാൽ മതി. 12 ഭാഗത്തിന് ഫേസ് നിൽക്കുന്ന 7ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 12 തന്നെ ഉത്തരം ലഭിക്കും. അപ്പോൾ 10ൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിന് ചുറ്റും 3 വരി കമ്പിവേലി കെട്ടണമെങ്കിൽ എത്ര മീറ്റർ കമ്പിവേലി കെട്ടണം? ആദ്യം നമുക്ക് ചുറ്റളവ് എത്രയാണെന്ന് കണ്ടെത്തണം. ചുറ്റളവ് എന്ന് പറയുന്നത് എല്ലാ വശത്തെയും അളവുകൾ കൂട്ടിയതാണ്. 44 മീറ്ററാണ്. അപ്പോൾ 44നെ 3 വട്ടം കറക്കണം. അപ്പോൾ 44നെ 3 വട്ടം 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 132 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. എത്ര മീറ്റർ കമ്പി വേണമെന്നാണ് ചോദിച്ചത്. 132 എന്ന് ഉത്തരം ലഭിക്കാം. ഇത് ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? നമ്മൾ ഈ ഒരു മാപ്പിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടു 44 മനസ്സിലാക്കി. അപ്പോൾ 44 ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 എന്ന് ലഭിക്കും. അടുത്ത ചോദ്യം ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഇതിൽ നേരെ നിൽക്കുന്ന ഈ 2 വലിയ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ല. ചെറിയ അടയാളങ്ങൾ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ചെറിയ ഭാഗങ്ങൾ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വശം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി. അതിന് ഫേസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കൂട്ടി നോക്കിയാൽ ആ ഒരു വലിയ ഭാഗത്തിൻ്റെ അളവ് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെയുള്ള ഭാഗത്തിൻ്റെ അളവ് കിട്ടാൻ അതിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെ സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ അതിൻ്റെയും ഉത്തരം ലഭിക്കും. നേരെ അപ്പോൾ 12 ഒരു വശത്തിൻ്റെ 12 ഒരു വശത്തിൻ്റെ 23 എന്ന് ലഭിക്കും. അടുത്ത നമുക്ക് കുറച്ച് GK ചോദ്യങ്ങളായിരുന്നു. അതിലൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും അധികം ജൈന മതക്കാരുള്ള സംസ്ഥാനം ഏത് എന്നായിരുന്നു. മഹാരാഷ്ട്രയാണ് ഉത്തരം. മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. ഇരവികുളം ദേശീയ പാർക്ക് സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ രാജ്യസമാചാരമാണ് എന്ന് ഉത്തരം പറഞ്ഞു. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920 ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തിയാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം കൊൽക്കത്തയാണ്. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി ഈ വരികൾ രചിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അംശി നാരായണ പിള്ളയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ് ആദ്യമായിട്ടൊരു മലയാളി പ്രത്യക്ഷപ്പെട്ടത്.